എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കോട്ടയം സ്പെഷ്യൽ മീൻകറി തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ നല്ലപോലെ കഴുകി മാറ്റിവെക്കുക. മീൻകറി തയ്യാറാക്കാനായി ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 12 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് 2 മിനിറ്റ് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം മീൻ വേവിക്കാനായി 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയതിനു ശേഷം ചെറിയ കുടംപുളി 6 കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇനിയത് മൂടിവെച്ച് തിളയ്ക്കുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മീഡിയം തീയിൽ മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇനി ചട്ടിയൊന്നു ചുറ്റിച്ച് ഇളക്കിയതിനു ശേഷം 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്തിളക്കിയതിനു ശേഷം തീ ഓഫ് ചെയ്യാം. മീൻ കറിക്ക് രുചി കൂട്ടാനായി 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കുക. സ്വാദിഷ്ടമായ കോട്ടയം സ്പെഷ്യൽ മീൻകറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.